ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം ദൈവത്തിൻ്റെ വചനവുമായി വീണ്ടും ഒരിക്കൽ കൂടെ താങ്കളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസങ്ങളിലും ദൈവം നമ്മെ അത്ഭുതമായി ആശ്ചര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് തന്നെ എത്ര വലിയ ഭാഗ്യമാണ്. വളരെ സന്തോഷമുണ്ട്. ഓരോ ആഴ്ചകളിലും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന വിലയേറിയ നല്ല വചനങ്ങൾക്കായി, നല്ല ദൂതുകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് മുടക്കം കൂടാതെ എല്ലാ ആഴ്ചകളിലും ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന നിസ്തുല്യനായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പകൽക്കാലവും നമ്മുടെ ചിന്തയ്ക്കാധാരമായി ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്നാൽ ബിലയാമിന് ചെവി കൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സില്ലാതിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമായി തീർത്തിരിക്കുന്നു. മനോഹരമായ വാക്യം. ഈ ലോകത്തിൽ വച്ച് തൻ്റെ ജനമായ ഇസ്രായേലിനോട് ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെടുമ്പോൾ പ്രകാരം പറയുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ ജനത്തെ ശപിക്കുവാൻ വേണ്ടി ബിലയാം എന്ന പ്രവാചകൻ വന്നു. അവൻ ശപിക്കുവാൻ ഉദ്ദേശിച്ച ശാപത്തെ ദൈവം അവരെ സ്നേഹിച്ചത് കൊണ്ട് അനുഗ്രഹമായി മാറ്റിത്തീർത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശാപം ലോകത്തിലുണ്ടോ? ചിലരെ നോക്കി നാം പറയാറുണ്ട്, അവർ ശപിക്കപ്പെട്ടവരാണ്, കുടുംബം ശപിക്കപ്പെട്ടതാണ്. ശാപം ഇന്ന് ലോകത്തിലുണ്ട്. ഒരേ കുടുംബത്തിൽ മാറി മാറി ഉണ്ടാകുന്ന രോഗം, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗം ശാപത്തിൻ്റെ അടയാളമായി പറയപ്പെടുന്നു. ചില കുടുംബത്തിൽ ചില പ്രത്യേകമായ സന്ദർഭത്തിൽ ചില പ്രായം വരുമ്പോൾ ചില ആൺ സന്തതികൾ മരിച്ചു പോകാറുണ്ട്. ശാപം എന്താണ്? ഈ ശാപം എന്ന് പറഞ്ഞാൽ, ശാപം ദൈവത്തിൻ്റെ കോപമാണ് ശാപമായി വെളിപ്പെടുന്നത്. ദൈവകോപം അല്ലെങ്കിൽ പാപത്തിന് ഉണ്ടാകുന്ന ശിക്ഷ ഈ ലോകത്തിൽ അനുഭവിക്കുന്നതാണ് ശാപം. കഠിനമായ ചില ദൈവകോപങ്ങൾ, ദൈവത്തിനെതിരെ ദൈവ കൽപ്പന ലംഘിച്ചത് കൊണ്ട് പൂർവപിതാക്കന്മാർ ചെയ്ത പാരമ്പര്യമായ ശാപങ്ങളാണ്. ദൈവത്തിന് വിരോധമായി ചെയ്ത കോപത്തിൻ്റെ കഠിന ദണ്ഡനയാണ്, ആ ശിക്ഷയാണ് ശാപമെന്ന് പറയുന്നത്. ശാപവും അനുഗ്രഹവും കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ പറയപ്പെടണം. ആമേൻ. വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കപ്പെടുവാൻ വരുന്ന സമയത്ത് അത് നിവൃത്തീകരിക്കപ്പെടാതെ പോകുന്നത്, നന്മ അനുഭവിക്കേണ്ട സമയത്ത് നന്മ അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്നത്, ജോലി വാഗ്ദാനം ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു, എന്നാൽ തക്ക സമയമാകുമ്പോൾ അത് മുടങ്ങിപ്പോകുന്നത്, ആമേൻ, തലമുറ ലഭിക്കുമെന്ന് ആശ്രയിച്ചിരിക്കുമ്പോൾ അത് ആമേൻ അബോഷനായി പോകുന്നതായ അനുഭവങ്ങൾ, അടയ്ക്കപ്പെട്ട വാതിലുകൾ, ആമേൻ, എല്ലാ വാതിലുകളുമല്ല, ചില സാഹചര്യങ്ങളിൽ വാതിലുകൾ തുറന്ന് നന്മ അനുഭവിക്കുമെന്ന് കാണുമ്പോൾ ആ നന്മയെ അടച്ചു വയ്ക്കുന്നതായ അനുഭവങ്ങൾ അനുഗ്രഹത്തിന് എതിരെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ശാപങ്ങളാണ്. ശാപത്തിൽ നിന്ന് എങ്ങനെ മുക്തി നേടുവാൻ കഴിയും? ആമേൻ. മനുഷ്യൻ നമ്മെ ശപിക്കുകയാണ്, ശത്രു നമ്മെ ശപിക്കുന്നു. പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് വെളിപ്പെട്ടതായ ചില ശാപങ്ങൾ. ഇതിനെക്കുറിച്ച് ശാപവും അനുഗ്രഹവും എന്നുള്ള ഒരു ക്ലാസ്സല്ല ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ ദൈവം അനുഗ്രഹിക്കും. കർത്താവിന് വേണ്ടി നിൽക്കുന്ന തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ശാപങ്ങളെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കും. അതിന് നാം എന്ത് ചെയ്യണം? 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. നന്മ നമ്മുടെ മുൻപിലുണ്ട്, തിന്മ നമ്മുടെ മുൻപിലുണ്ട്, ജീവൻ നമ്മുടെ മുൻപിലുണ്ട്, മരണം നമ്മുടെ മുൻപിലുണ്ട്, അനുഗ്രഹം നമ്മുടെ മുൻപിലുണ്ട്, നാശം നമ്മുടെ മുൻപിലുണ്ട്. ഇടുക്കമായ വഴി നമ്മുടെ മുൻപിലുണ്ട്, വിശാലമായ വഴി നമ്മുടെ മുൻപിലുണ്ട്.
ക്രിസ്തു നമ്മുടെ മുൻപിൽ ഉണ്ട്. ആമേൻ. ഭാവം നമ്മുടെ മുൻപിലുണ്ട്. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പ്രിയപ്പെട്ടവരെ, വഴി ഇതാകുന്നു, ഈ വഴിയിലേക്ക് നടക്കുക. യോഹന്നാൻ 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ഓരോരുത്തർക്കും ആ പിതാവിങ്കൽ അടുക്കൽ വരാൻ കഴിയത്തില്ല എന്ന് കർത്താവ് യേശു പറയുന്നു. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളേവരും എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇവിടെ നിന്നിട്ട് കർത്താവ് വിളിച്ചു പറയാണ്, ജീവൻ എൻ്റെ പക്കലുണ്ട്, അനുഗ്രഹം എൻ്റെ പക്കലുണ്ട്, സമ്പത്ത് എൻ്റെ പക്കലുണ്ട്, സൗഖ്യം എൻ്റെ പക്കലുണ്ട്, സമാധാനം എൻ്റെ പക്കലുണ്ട്, നിത്യജീവൻ എൻ്റെ പക്കലുണ്ട്. എൻ്റെ അടുത്തേക്ക് കടന്നു വരിക. എന്നാൽ നമുക്ക് മനസ്സില്ല എങ്കിലോ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ ചേർക്കുന്നത് പോലെ പലവട്ടം ഞാൻ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നു, എന്നാൽ നിനക്കോ മനസ്സില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം നാം തെരഞ്ഞെടുക്കണം. അനുഗ്രഹത്തിൻ്റെ വഴി നാം കണ്ടുപിടിക്കണം. അനുഗ്രഹത്തിൻ്റെ വഴി മനസ്സിലാക്കി ആ വഴിയിലേക്ക് നാം കടന്നു വരണം. എന്താ ശാപം? വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ശാപമാണ്. വിഗ്രഹാരാധന ദൈവം വെറുക്കുന്ന പാവമാണ്. വിഗ്രഹത്തിന്റെ പുറകെ പോകുന്നത് ദൈവം വെറുക്കുന്നു, അത് ശാപത്തെ കൊണ്ടുവരും. ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നത് ശാപമാണ്. ദൈവത്തിന്റെ വചനം ലംഘിക്കുന്നത് ശാപമാണ്. വിശ്വസ്തയോട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. എന്നാൽ ദൈവവ്യവസ്ഥ ലംഘിച്ചുള്ള ആരാധനകൾ ശാപത്തെ കൊണ്ടുവരും. ശാപത്തിന്റെ കാരണങ്ങൾ ഒരുപാട് ദൈവവചനത്തിൽ പറയുന്നു. നാം ആത്മീക നേതൃത്വത്തിന് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷക്തന്മാർക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ അത് ശാപത്തെ കൊണ്ടുവരുന്നു. മോശ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. മോശയുടെ ഭാര്യയ്ക്ക് വിരോധമായി സ്വന്തം സഹോദരി മിറിയാം പിറുപിറുക്കുവാനിടയായി അവളുടെ പേര് ശാപം വന്നു. ദ്രവ്യാഗ്രഹം അതിനെ അന്വേഷിച്ചു പോയ കേസിയുടെ മേൽ ശാപം വന്നു. ദൈവത്തിന് ഹമേൻ വേണ്ടി വേർപിരിക്കപ്പെട്ടതിനെ അപഹരിച്ചെടുത്ത ഏരികയിലുള്ളതെല്ലാം ശാപഗ്രസ്തമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അതിൽ നിന്ന് ചിലതിനെ എടുത്ത അമാൻ എന്ന് പറയുന്ന വ്യക്തിയെ അവൻ ശപിക്കപ്പെട്ടവനായി മാറി. ദൈവത്തിനു വേണ്ടി ആമേൻ ഹല്ലേലൂയ അമലേക്കിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നത് യാഗത്തിനു വേണ്ടി ഒരുക്കിയെന്ന് പറഞ്ഞ ശബലിന്റെ ജീവിതത്തിൽ ശാപം കടന്നു വന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവകൽപ്പന ലംഘിക്കുന്നത് ശാപമാണ്. കർത്താവ് പറയാണ്, ശാപത്തെയും അനുഗ്രഹത്തെയും ഞാൻ നിന്റെ മുൻപിൽ വെക്കുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ അതേ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 15 മുതൽ 68 വരെയുള്ള വാക്യങ്ങളിൽ ശാപത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ ശാപത്തിന്റെ മൂല കാരണം? കർത്താവ് ഇങ്ങനെ പറഞ്ഞു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്നു ഭവിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ജനം ഇന്ന് പലരും ദൈവവചനം മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ നാം ചെയ്യരുത്. ദൈവം ചെയ്യണമെന്ന് ആജ്ഞാപിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അനുസരണം യാഗത്തെക്കാളും നല്ലതാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്ന ഒരു നല്ല ഹൃദയം ദൈവം നമുക്ക് ഈ പകൽക്കാലം നൽകുമാറാകട്ടെ. അനുഗ്രഹവും ശാപവും നമ്മുടെ മുൻപിൽ ദൈവം വയ്ക്കുകയാണ്. ഇസ്രായേലിനെ ശപിക്കുവാൻ വന്ന ആ പിളയാമിന്റെ ശാപം ഫലിക്കാതിരിക്കുവാനുള്ള കാരണം എന്താണ്? ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട്. ഈ പകൽക്കാലം ചില കുടുംബത്തോട് ദൂതായി വിളിച്ചു പറയട്ടെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനിരുന്ന പല അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചതിന്റെ പുറകിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. വീണ്ടും പറയട്ടെ, ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടല്ല, എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു.
തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിക്കുന്നു. തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്തെക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്നു. നാം അവനുള്ളവരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നീ നിന്റെ ഭവനത്തെയും നിന്റെ പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ദേശത്തെയും വിട്ടു വരിക എന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, നിന്റെ വലിയൊരു ജാതിയാക്കും, നിന്നിൽ കൂടെ ഈ ദേശത്തെ അനുഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെന്ന്. നമ്മുടെ തലമുറകൾ ശാപമുള്ളവർ ആരും ഉണ്ടാകരുത്. നമ്മുടെ കുടുംബത്തിൽ ശപിക്കപ്പെട്ടവരാരും ഉണ്ടാകരുത്. നമ്മുടെ ദേശത്തിൽ ശപിക്കപ്പെട്ടവരാരും ഉണ്ടാകരുത്. തീരാരോഗത്താൽ, മദ്യപാനത്താൽ, മയക്കുമരുന്നാൾ, അസമാധാനത്താൽ, ആത്മഹത്യകളാൽ നിറയപ്പെട്ടവ നമുക്ക് മുൻപിൽ ഉള്ളപ്പോൾ, നമ്മുടെ ചുറ്റും കാണുമ്പോൾ ദൈവം അതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത് വരുവാനുള്ള കാരണം എന്താണ്? ദൈവത്തെ മറന്നത് കൊണ്ട്, ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചത് കൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ശാപത്തിൽ അകപ്പെട്ടവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ശാപക്കെട്ടുകളിൽ നിന്ന്, ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു വിശ്വസ്തനാണ്. വചനമയച്ച് ദൈവം നമ്മെ വിടുവിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് 1-2 ചിന്തകൾ ഞാൻ പറഞ്ഞ് ഈ ദൈവിക സന്ദേശത്തിലേക്ക് വീണ്ടും കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 12-ാമത്തെ 13-ാമത്തെ വാക്യങ്ങൾ. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അബ്രഹാം അനുഗ്രഹിക്കപ്പെടണം. അബ്രഹാമിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്നാൽ എന്തുകൊണ്ട് ഇവിടെ ഒരു ശാപം വന്നു? നിന്റേതല്ലാതെ ദേശത്ത് നിന്റെ സന്തതി 400 സംവത്സരങ്ങൾ അടിമകളായി ജീവിക്കും. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ച മനുഷ്യൻ, അബ്രഹാം ദൈവത്തെ ആരാധിച്ച മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി തന്റെ ജീവിതം മുഴുവനും സമർപ്പിച്ച ഒരു വ്യക്തി. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്ന ഒരു ചെറിയ കുറവ്, ദൈവത്തെ വേണ്ടതുപോലെ അവൻ ആരാധിച്ചില്ല. ആരാധനയുടെ നടുവിൽ യാഗവസ്തുവിനെ മുറിക്കുവാൻ കഴിയാതെ, അതിനെ ദൈവത്തിന് വേണ്ടി സർവാംഗ ദഹനയാഗമായി സമർപ്പിക്കുവാൻ കഴിയാതെ പോയത് കൊണ്ട് ഒരു ഗാഢനിദ്ര വന്നിട്ട് ദൈവം അത് പറയുവാനിടയായി. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവനോട് നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു. ഒത്ത നടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്കുനേർ വെച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. പക്ഷികളെയോ അവൻ പിളർന്നില്ല. പ്രിയപ്പെട്ടവരെ, വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധന ദൈവം ആഗ്രഹിക്കുന്നില്ല. കീറേണ്ടത് കീറി മുറിക്കപ്പെടണം, വിടേണ്ടത് വിടപ്പെടണം, ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ എടുത്തു മാറ്റപ്പെടണം. വ്യവസ്ഥ ലംഘിച്ചുള്ള ആരാധനകളെ ദൈവം ഈ ദിവസങ്ങളിൽ വെറുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധനകൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായി തീരണം. ആരാധനയുടെ നടുവിൽ ഇന്ന് കമറ്റി, ഇന്ന് ആരാധനയുടെ നടുവിൽ ബഹളം, ആരാധനയുടെ നടുവിൽ വ്യവസ്ഥ ലംഘിച്ചതായ അനുഭവങ്ങൾ. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ആരാധനയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയപ്പെട്ടിരിക്കുന്നു. നമ്മെ തന്നെ ഹോമയാഗമായി ദൈവത്തിന് അർപ്പിക്കണം.
നമ്മുടെ ആരാധന സൗരഭ്യവാസനയായി മാറട്ടെ. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയം ദൈവത്തെ വിശ്വസ്തമായി ആരാധിക്കുന്ന വിശുദ്ധ മന്ദിരമായി തീരട്ടെ. നമ്മുടെ സഭാ ഹാളുകൾ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്. ദൈവ സാന്നിധ്യമുള്ളത് സ്ഥലമായത് മാറട്ടെ. നമ്മുടെ കുടുംബം ദൈവം വസിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദൈവം പ്രസാദിപ്പിക്കട്ടെ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്ന കുറവ് മുഖാന്തരം ദൈവത്തിന് മുഖഭാഷണ്യമില്ല, മുഖഭാഷണമില്ല. ആ കുടുംബത്തിൽ അനുഗ്രഹത്തിന് പകരമായി 400 സംവത്സരങ്ങൾ അടിമത്വത്തിന്റെ ചങ്ങലകൾ കടന്നു വരുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ശാപത്തെയും ദൈവം നമുക്ക് മുൻപാൽ വെക്കുകയാണ്, അനുഗ്രഹത്തെയും നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. നാം അനുഗ്രഹം പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോസ്തലനായ പത്രോസ് അതാണ് പറയുന്നത്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, നാം അനുഗ്രഹം പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ടവർ. ഈ ലോകത്തിൽ കഷ്ടത ഉണ്ട്, സത്യം തന്നെയാണ്. എന്നാൽ കഷ്ടത ഉള്ളപ്പോൾ തന്നെ നമ്മെ ദൈവം അനുഗ്രഹത്തിലേക്ക് നടത്തും. നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയെ കുറിച്ച് ദൈവം പറയുന്നു. ഹല്ലേലൂയ. ഇസഹാക്ക് പഴയ നിയമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. ആമേൻ. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടു. യോസഫാത്ത് രാജാവിനെ ദൈവം അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ പുതിയ നിയമം അനുഗ്രഹത്തിനെതിരായ ഒരു പുസ്തകമല്ല. നമുക്ക് അനുഗ്രഹമെന്ന് പറഞ്ഞാൽ എന്താ? സമാധാനമുള്ള കുടുംബജീവിതം. അനുഗ്രഹമെന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള ശരീരം. അനുഗ്രഹമെന്ന് പറഞ്ഞാൽ എന്താ? അനുസരണമുള്ളതായ മക്കൾ, അനുസരണമുള്ളതായ ഒരു കുടുംബം. ഇങ്ങനെ അനുഗ്രഹത്തെക്കുറിച്ച് ഒരുപാട് പറയുവാൻ കഴിയും. നമ്മെ ഈ ലോകത്തിലെ ധനവാന്മാരെ പോലെ എല്ലാ നിലകളിലും ഉയർത്തുമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ആവശ്യമായതെല്ലാം തന്ന് നമ്മെ അത്ഭുതമായി നടത്തുന്ന ഒരു നല്ല ദൈവം. നമുക്ക് അതിനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെ ദൈവം നൽകിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ പുസ്തകം 61-ാം അധ്യായം 7-ാമത്തെ വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 61-ാം അധ്യായം 7-ാമത്തെ വാക്യം. നാണത്തിന് പകരം, നിങ്ങളുടെ നാണം എവിടെയെല്ലാം നാണിച്ചു, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. അതേ പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ വാക്യമാണ്. പ്രിയപ്പെട്ടവരെ, ഏത് ദേശത്തിലാണ് നാം നാണിച്ചത്, എവിടെയാണ് ലജ്ജിക്കപ്പെട്ടത്, അവിടെ തന്നെ നമ്മെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. പത്രോസ് ഗലിലി കടത്തീരത്ത് ശൂന്യമായ വള്ളത്തോടും ശൂന്യമായ വലയോടും ശൂന്യമായ ഹൃദയത്തോടും കൂടെ ആയിരിക്കുന്നു. ദൈവം അവനെ അനുഗ്രഹിച്ചപ്പോൾ അതേ ദേശത്ത് തന്നെ അനുഗ്രഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഞങ്ങൾ ഏത് ദേശത്തിൽ ശപിക്കപ്പെട്ടവരായി നിന്നു, ഏത് ദേശത്തിൽ അപമാനങ്ങൾ സഹിച്ചോ, ഏത് ദേശത്തിൽ നിന്നാപാത്രമായി മാറിയോ, അതേ സ്ഥലത്ത് അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കണം. ആമേൻ. ഹല്ലേലൂയ. ശാപത്തെയല്ല, അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കണം. യേശുവിനെ തിരഞ്ഞെടുക്കണം. യേശുവിനെ തിരഞ്ഞെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അതേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുമ്പോൾ യാക്കോബിനെ കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്ന മനോഹരമായ വാക്കുകൾ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഈ പകൽക്കാലം ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ലോകത്തിനുള്ളവരല്ല, നാം സാത്താനുള്ളവരല്ല, നാം ശാപത്തിനുള്ളവരല്ല, നാം മരണത്തിനുള്ളവരല്ല, നാം ആമേൻ ഹല്ലേലൂയ ഈ ലോകത്തിലെ കഷ്ടതകൾക്കുള്ളവരല്ല. ഇപ്പോഴും യാക്കോബേ, നിന്നെ നിർമ്മിച്ചവനും നിന്നെ സൃഷ്ടിച്ചവനുമായ യഹോവ നിന്നെ പേര് ചൊല്ലി വിളിച്ചിട്ട് പറയാണ്, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. പ്രിയ മാതാവേ, പിതാവേ, സഹോദരനെ, സഹോദരിയെ, താങ്കൾ ദൈവത്തിനുള്ളവരാണ്. ദൈവത്തിനുള്ളവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഉടഞ്ഞു പോയ ഒരു മൺപാത്രത്തെ പോലെയായിരുന്ന നമ്മെ വീണ്ടും കർത്താവ് മെനഞ്ഞെടുത്തു. ശാപത്തിൽ കിടന്ന് നമ്മെ, സാത്താനി അന്ധകാരത്തിൽ കിടന്ന് നമ്മെ അവിടെ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച്
ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു മനോഹരമായ പാത്രമായി, ഉപയോഗമുള്ള പാത്രമായി ദൈവം മാറ്റിയിരിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ശാപത്തിൽ കിടക്കുകയാണെങ്കിൽ, പാപമെന്ന കുണ്ടറയിൽ കിടക്കുകയാണെങ്കിൽ, തകർക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായി കിടക്കുകയാണെങ്കിൽ, താങ്കളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. യാക്കോബേ, നിന്നെ നിർമ്മിച്ചവൻ, നിന്നെ സൃഷ്ടിച്ചവൻ നിന്നോട് പറയുന്നത്, ആമേ, നീ തകർച്ചയ്ക്കുള്ളവനല്ല, നീ രോഗത്തിനുള്ളവനല്ല, നീ പൈശാചിക ശക്തികൾക്കുള്ളവനല്ല, നീ മന്ത്രവാദത്തിലുള്ളവനല്ല, നീ ആ വിചാരകെട്ടുകളിൽ അകപ്പെട്ട് കിടക്കേണ്ടവനല്ല, നീ മദ്യപാനത്തിൽ കിടക്കേണ്ടവനല്ല, വെറിക്കൂത്തുകളിൽ കിടക്കേണ്ടവനല്ല. നിന്നെ നിർമ്മിച്ചവനും ഉടയവനുമായ, ആമേൻ, മെനഞ്ഞവനായ ദൈവം നിന്നെ തന്റെ കരകളിൽ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ നോക്കി പറയുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. പ്രിയ പിതാവേ, മാതാവേ, താങ്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അതാണ്. നാം ദൈവത്തിനുള്ളവരാണ്, അതുകൊണ്ട് ഭയപ്പെടേണ്ട. യെശയ്യാ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, 45-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളിലും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എടുത്ത് നിന്റെ കരങ്ങളിൽ തരുമെന്ന് പറയുന്ന മനോഹരമായ വാഗ്ദത്തം. അതെ, ആമേൻ. യെശയ്യാ 45-ന്റെ 1 മുതൽ വായിച്ചാൽ, ഞാൻ നിന്റെ മുൻപേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കും, താമര വാതിലുകളെ ഉടയ്ക്കും, ഇരുമ്പോടാമ്പലുകളെ തകർക്കും. അതെ, മറവിടങ്ങളിലെ ഗുപ്തനിധികളെ എടുത്ത് തരും. ആർക്കായി ഇത് ലഭിക്കുന്നത്? ശപിക്കപ്പെട്ടവർക്കല്ല, അനുഗ്രഹത്തിന്റെ അവകാശികൾക്ക്. ഹല്ലേലൂയ. യേശുവിനെ തെരഞ്ഞെടുക്കുന്നവർക്ക് ഈ പകൽക്കാലം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലെ നിധിയായി തെരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എരിച്ചലുള്ള ദൈവമാണ്, നമ്മുടെ ദൈവം കോപമുള്ള ദൈവമാണ്. എന്നാൽ തൻ്റെ അടുത്ത് വന്ന് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുന്ന, പാവങ്ങൾക്ക് നിന്ന് പക്ഷതാപിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി 1000 തലമുറയോളം അവൻ കരുണ നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം നാം വായിക്കുമ്പോൾ, എങ്ങനെ ശാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടി, എങ്ങനെ ശാപത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ ദൈവം തരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ ഒരിക്കൽ ദൈവകൽപ്പന അനുസരിക്കാതെ പോയത് കൊണ്ട് ശാപമായി തീർന്നു. ഞാനും നിങ്ങളും വിഗ്രഹങ്ങളെ ആരാധിച്ചത് കൊണ്ട് ശാപമായി തീർന്നു. നിങ്ങളും നമ്മുടെ ഓർവ പിതാക്കന്മാരും ഹല്ലേലൂയ ദൈവത്തെ കോപിപ്പിച്ചത് കൊണ്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തുകൊണ്ട് ശാപത്തിൽ കിടന്നു. എന്നാൽ ആ ശാപമെല്ലാം 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി യാഗമായ കർത്താവായ യേശു ക്രിസ്തു, മരത്തിൽ തൂങ്ങപ്പെട്ടവൻ യവനും ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ ശാപങ്ങളെല്ലാം തൻ്റെ മേൽ ചുമന്നു. നമ്മുടെ പാപത്തെ യേശു ചുമന്നു, നമ്മുടെ രോഗത്തെ യേശു ചുമന്നു, നമ്മുടെ കടഭാരങ്ങളെ യേശു ചുമന്നു, നമ്മുടെ ജീവിതത്തിൽ വരുവാനുള്ള എല്ലാ അനർത്ഥങ്ങളെയും യേശു ചുമന്നു. അവൻ യു ആർ ഫ്രീ നൗ. നാം വിടുവിക്കപ്പെട്ടവരാണ്, നാം സ്വതന്ത്രമാക്കപ്പെട്ടവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പാപത്തിന് നാം ഇനി അടിമയല്ല, ശാപത്തിന് നാം ഇനി അടിമയല്ല, പൈശാചിക ശക്തികൾക്ക് നാം അടിമയല്ല. എന്തു ചെയ്യണം? യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ, യേശുവേ എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ക്ഷമിക്കണമേ എന്ന് ഏറ്റു പറഞ്ഞാൽ ഇപ്പോൾ തന്നെ വിടുതൽ ദൈവം നൽകുകയാണ്. രോഗികളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കുകയാണ്, ശാപത്തിൻ്റെ കെട്ടുകളെ കർത്താവ് അഴിക്കുകയാണ്, ഇരുളിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് കർത്താവ് വിടുതൽ തരികയാണ്. ഞാൻ ആത്മാവിൽ കാണുന്നു, ചില കുടുംബങ്ങളെ പാരമ്പര്യമായി കെട്ടിയ ശാപത്തിൻ്റെ ശക്തികൾ വിട്ടു മാറിപ്പോകുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? യേശുവേ എന്ന് നിലവിളിക്കുവാൻ കഴിയുമോ? ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു, ബന്ധിക്കപ്പെട്ടവരുടെ ബന്ധനങ്ങളെ കർത്താവ് അടിച്ചു കളയുന്നു. ഹല്ലേലൂയ. ഇന്നലെ വരെ നിങ്ങൾ ശാപത്തിന്റെ മക്കളായിരുന്നെങ്കിൽ, ഇന്നലെ വരെ ശാപം ചുമന്നവരായിരുന്നെങ്കിൽ, ഇന്നു മുതൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. 2 കൊരിന്ത്യരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. 2 കൊരിന്തി 5:17, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ
അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാമോ? ഇന്നലെ വരവുള്ളതെല്ലാം കഴിഞ്ഞുപോയി. ക്രിസ്തുവിലാകണം, ക്രിസ്തുവിലാകണം. ഒരുവൻ ക്രിസ്തുവിലായാൽ എല്ലാം പുതിയതായിരിക്കുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയ ശാപങ്ങൾ പോയി, പഴയ മന്ത്രവാദത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞുപോയി, പാരമ്പര്യമായി പൊരുതുന്ന എല്ലാം കഴിഞ്ഞുപോയി. പഴയ രോഗങ്ങൾ, പഴയ സ്വഭാവങ്ങൾ, അതിനൊരു മാറ്റം. ഹല്ലേലൂയ. മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, പൈശാചിക ചങ്ങലയുടെ അടിമത്വത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുകയാണ്. ഹല്ലേലൂയ. പിള്ളയാം ഇസ്രായേൽ ജനത്തെ ശപിച്ചു, എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് അവൻ്റെ ശാപത്തെ അനുഗ്രഹമായി മാറ്റി തീർത്തു. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ശപിച്ചിട്ടുണ്ടെങ്കിൽ, ലോകം ശപിച്ചിട്ടുണ്ടെങ്കിൽ, ജോലി സ്ഥലത്ത് ശപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്വന്തം ബന്ധുക്കളാൽ ശപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ല ആളുകൾ ശത്രുക്കളാൽ ശപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ മുടിഞ്ഞു പോയോനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ശാപത്തെ ദൈവം അനുഗ്രഹമായി മാറ്റുകയാണ്. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശു കാണിച്ച പാതയിലേക്ക് കടന്നു വരിക. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. അവൻ കടഭാരമുള്ളവർ, ജീവിതത്തിൽ തകർച്ച അനുഭവിക്കുന്നവർ, കുടുംബ തകർച്ച അനുഭവിക്കുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, സാമ്പത്തികമായ ഞെരുക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ, തലമുറകൾ നഷ്ടപ്പെട്ടു പോയവർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങളെക്കുറിച്ചുള്ളവർ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഈ പകൽക്കാലം ചിലരുടെ വിടുതലിൻ്റെ ദിവസമാണ്, ചിലരുടെ കെട്ടുകൾ അടിയുന്ന ദിവസമാണ്, ചിലരുടെ രോഗങ്ങൾ സൗഖ്യമാകുന്ന ദിവസമാണ്. എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നാൽ യേശുവിനെ കൊണ്ട് എല്ലാം കഴിയും. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, യഹോവയ്ക്ക് കഴിയാത്ത കാര്യങ്ങളില്ല. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രവാചകനായി ആമേൻ പഴയ നിയമത്തിൽ അറിയപ്പെട്ട പിലയാം, ഓ ഇസ്രായേൽ ജനത്തെ ശപിച്ചപ്പോൾ അവൻ്റെ ശാപത്തെ ദൈവം അനുഗ്രഹമായി മാറ്റി. ഇന്ന് വരെ ഇസ്രായേൽ എന്ന സന്തതിയെ അനുഗ്രഹമായി ലോകത്തിന് മുൻപായി ദൈവം നിർത്തിയെങ്കിൽ, ഈ പകൽക്കാലം ഈ ലോക യാത്രയിൽ ആമേൻ ജീവിതത്തിൻ്റെ മധ്യയിൽ പലരാലും ശപിക്കപ്പെട്ടവരുണ്ട്. കർത്താവേ, ജീവിതത്തിൽ ശാപം ചുമന്ന് നടക്കുന്നവരുണ്ട്, ദൈവകോപത്താൽ ഉണ്ടായ ശാപങ്ങളെ ചുമന്ന് നടക്കുന്നവരുണ്ട്. ആമേൻ പൂർവ്വ പിതാക്കന്മാർ ദൈവത്തെ കോപിപ്പിച്ചത് കൊണ്ട് ഉണ്ടായ പരിമണബലത്താൽ ശാപത്തെ ചുമന്ന് നടക്കുന്നവരുണ്ട്, ശാപത്താൽ രോഗികളായവരുണ്ട്, മന്ത്രവാദങ്ങളാൽ ആഭിചാരങ്ങളാൽ ബന്ധിക്കപ്പെട്ടവരുണ്ട്, കടക്കെണികളിൽ അകപ്പെട്ടവരുണ്ട്, കുടുംബ തകർച്ചയിലുള്ളവരുണ്ട്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരുണ്ട്. ഈ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ അത്ഭുതമായ കരസ്പർശനം കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുമാറാകട്ടെ. മരത്തിൽ തൂങ്ങപ്പെട്ടവൻ എവനും ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ശാപങ്ങളും മാറി അനുഗ്രഹമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ, വ്യാപാരങ്ങൾ ബിസിനസ്സിന് വേണ്ടി പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ, ജോലിക്ക് വേണ്ടി അത്ഭുതമായ വഴികൾ തുറക്കപ്പെടട്ടെ, മക്കളുടെ പഠനത്തിന് വേണ്ടി വഴികൾ തുറക്കപ്പെടട്ടെ, വിവാഹ തടസ്സങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. ആത്മഹത്യയുടെ പ്രേരണകളിൽ നിന്ന് വിടുതലുണ്ടാകട്ടെ, കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു നൽകുന്ന സമാധാനം, സന്തോഷം, അനുഗ്രഹം, നിത്യജീവൻ പ്രാപിച്ച് ദേശത്തിൻ്റെ നടുവിൽ ഒരു വിളക്കുകളായി ജ്വലിക്കുന്ന ദീപങ്ങളായി കത്തിപ്രകാശിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്കളുടെ സാക്ഷ്യങ്ങൾ, ആമേൻ, പ്രാർത്ഥനാവിഷയങ്ങൾ വിളിച്ചു പറയുക. ഈ പ്രോഗ്രാം ഇത്രത്തോളം ദൈവം നമുക്ക് അനുഗ്രഹമാക്കിയതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം സകലവിധമായ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗാഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.